റേഷൻ കട വ്യാപാരികൾക്ക് മുന്നറിയിപ്പുമായി ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ. സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ റേഷൻ കടകൾ ഏറ്റെടുക്കും. ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്ന യോഗത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ നടപടിയിലേക്ക് കടക്കും. കൂടാതെ പോസ്റ്റ് മെഷീൻ കമ്പനിക്ക് നൽകാനുള്ള തുക ഉടൻ നൽകും. പ്രതിസന്ധികൾ ഒഴിവാക്കിയേ മതിയാകൂ എന്നും മന്ത്രി ജനം ടിവിയോട് പറഞ്ഞു. അവർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു നിമിഷത്തിന് മുമ്പ് സമരം തീർക്കണമെന്നാണ് ഗവൺമെൻറ് നിലപാട്. ഞാൻ പറഞ്ഞു അവരോട് 10 മണിക്ക് വേണമെങ്കിൽ ഞാൻ റെഡിയാണ്, ഓഫീസിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവർക്ക് വന്നെത്താനുള്ള സമയം വേണമെന്ന് പറഞ്ഞാൽ 2 മണിക്ക് ചർച്ചയ്ക്ക് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഭക്ഷ്യധാന്യം ഉറപ്പുവരുത്തും. എന്ത് കണ്ടീഷൻ വെച്ചുകൊണ്ടും ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ള മറുപടി പറയുന്നത് ശരിയല്ലോ. സമരം തീരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് തീർക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അവരുടെയും കുടുംബങ്ങളിലെ ഈ ഭക്ഷ്യധാന്യം വാങ്ങുന്നത്. സമരം നീണ്ടുപോയാൽ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം കൊടുക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യും. അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്ന ഗവൺമെൻറ് അല്ല ഈ ഗവൺമെൻറ് എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെടും. ഒരു കുടിശ്ശികയും റേഷൻ കടകൾക്ക് അതൊക്കെ കൊടുത്തോളും. വിനീഷ് ചേരുന്നു. വിനീഷ്, റേഷൻ കട ഉടമകളുടെ സമരത്തിൽ താക്കീതുമായാണ് ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ രംഗത്തെത്തിയിരിക്കുന്നത്. സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ റേഷൻ കടകൾ ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് കടക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം പോസ്റ്റ് മെഷീനുമായി ബന്ധപ്പെട്ട കുടിശ്ശിക എപ്പോൾ തീർക്കുമെന്നുള്ള ചോദ്യത്തിന് അതൊക്കെ തീർത്തുകൊള്ളും എന്നാണ് പറയുന്നത്. അവിടെ ഒരു വ്യക്തതക്കുറവ് കൂടി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും മന്ത്രിയുടെ പ്രതികരണം അത്തരത്തിൽ തന്നെയായിരുന്നു. നിലവിൽ ഈ റേഷൻ വ്യാപാരികൾക്ക് മുന്നിൽ കൃത്യമായ രീതിയിലുള്ള ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ കടന്നേക്കും എന്ന സൂചനകൾ തന്നെയാണ് മന്ത്രി നൽകിയത്. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ റേഷൻ വ്യാപാരികളുമായിട്ടുള്ള ചർച്ച വച്ചിട്ടുള്ളത്. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അന്തിമമായ ഒരു തീരുമാനമുണ്ടാകുക. പ്രത്യേകിച്ച് ഇന്ന് ഉച്ചയോടുകൂടി ചർച്ചയിൽ പരിഹാരം കാണാൻ സാധിച്ചില്ലെങ്കിൽ റേഷൻ കടകൾ സർക്കാർ ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് അത്തരം കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി അറിയിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം ഇത്തരത്തിലാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് റേഷൻ നൽകാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടായാൽ കടുത്ത നടപടി എന്ന ഒരു സൂചന തന്നെ മിനിസ്റ്റർ നൽകുന്നുണ്ട്, മന്ത്രി നൽകുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് പോസ്റ്റ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ കാര്യത്തിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രിയോട് നമ്മൾ വിശദീകരണം ചോദിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായ ഒരു മറുപടി പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് അതൊക്കെ കൊടുത്തു തീർത്തോളും എന്നതാണ്. 6 കോടിയിലധികം രൂപ അവർക്ക് കരാർ കമ്പനിക്ക് നൽകാനുണ്ട്. ആ തുക ഇപ്പോഴും നൽകിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കരാർ കമ്പനിയും പോസ്റ്റ് മെഷീന്റെ സർവീസുകൾ അവരുടെ കരാർ പ്രത്യേകിച്ച് നടത്തുന്ന പോസ്റ്റ് മെഷീനുകളുടെ തകരാറുകൾ പരിഹരിക്കുന്ന സർവീസാണ്. ആ സർവീസ് നിർത്തിവെക്കുമെന്ന് നേരത്തെ കരാർ കമ്പനിയും അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കരാർ കമ്പനി സർവീസ് നിർത്തിവെച്ചാൽ അത് സർക്കാരിനെ പ്രതികൂലമായി ബാധിക്കും. പ്രത്യേകിച്ച് ഭക്ഷ്യവിതരണത്തെ പ്രതികൂലമായി വലിയ തോതിൽ ബാധിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഭക്ഷ്യമന്ത്രി ഇപ്പോൾ ജനം ടിവിയോട് വ്യക്തമാക്കിയിരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. കടുത്ത നടപടിയിലേക്ക് പോകും എന്ന സൂചന നൽകുന്നു. വ്യാപാരികളുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് സർക്കാർ ഇന്ന് കടന്നേക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് യോഗം വച്ചിരിക്കുന്നത്. ഉച്ചയോടുകൂടി യോഗം ആരംഭിക്കുമെന്നാണ് മന്ത്രി ജനം ടിവിയോട് വ്യക്തമാക്കിയത്. എന്തായിരുന്നാലും ഉച്ചയ്ക്ക് ശേഷം യോഗം ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മന്ത്രിയുടെ പ്രതികരണവും അത്തരത്തിൽ തന്നെയാണ്. കടുത്ത നടപടിയിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ്. പക്ഷേ റേഷൻ വ്യാപാരികൾ സർക്കാരിൻ്റെ ഈ ഒരു ഭീഷണിയോട് വഴങ്ങുമോ എന്ന് നമുക്ക് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇവർ ആവശ്യപ്പെടുന്നത് കൂടുതൽ വേതനമെന്ന ഒരു ആവശ്യമാണ്. പ്രത്യേകിച്ച് സർക്കാർ പറയുന്നത് 25,000 രൂപ തുക ഒരു റേഷൻ വ്യാപാരിക്ക് പ്രതിമാസം നൽകാം എന്ന തരത്തിലേക്കുള്ള ഒരു നിലപാട്, അത്തരത്തിലുള്ള ചർച്ചകൾ സർക്കാർ തലത്തിൽ തന്നെ റേഷൻ വ്യാപാരികളുമായി നടന്നിരുന്നു. അത് അവർ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും റേഷൻ വ്യാപാരികൾ ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് മന്ത്രിയുമായിട്ടുള്ള ചർച്ച. അനിശ്ചിതകാലത്തിലേക്ക് സമരം നീട്ടും എന്ന് തന്നെയാണ് റേഷൻ വ്യാപാരികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും മന്ത്രി കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നു, സർക്കാർ തല കടുത്ത നടപടിയിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ ഇപ്പോൾ ജനം ടിവിയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.